ഈ വീഡിയോയിലെ കഥയും കഥാപാത്രങ്ങളും പൂർണ്ണമായും സാങ്കല്പികം മാത്രമാണ്. ഇതിലെ സംഭവങ്ങൾക്കോ വ്യക്തികൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരെങ്കിലുമായും എന്തെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുവെങ്കിൽ അത് കേവലം യാദൃച്ഛികം മാത്രമാണ്. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ ഏതെങ്കിലും വിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനോ ഈ കഥയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പച്ച പട്ടുടുത്ത പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയുള്ള ആ ഇടുങ്ങിയ റോഡിൽ പാച്ചൻ്റെ പഴയ പച്ച ഓട്ടോറിക്ഷ കിതച്ചു നീങ്ങുകയായിരുന്നു. പച്ചാളം പ്രശാന്തൻ. നാട്ടുകാർക്കവൻ വെറും പാച്ചനാണ്. പഴയൊരു തോർത്തും കഴുത്തിലിട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ വിയർപ്പൊഴുക്കുന്ന സാധാരണക്കാരൻ. പക്ഷേ ആ ഓട്ടോയുടെ കണ്ണാടിയിൽ നോക്കി അവൻ ചിരിക്കാറുള്ളത് ചിന്നുവിനെ ഓർക്കുമ്പോഴാണ്. പഞ്ചായത്ത് മെമ്പർ പവിത്രൻ്റെ മകൾ ചിന്നു. ഏട്ടാ, നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? തുമ്പപ്പൂക്കൾ നിറങ്ങിയ വേലിക്കൽ വെച്ച് അവൾ ചോദിച്ചു. ചിന്നുവിൻ്റെ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ കൂടുതൽ ആകുലതയായിരുന്നു. അച്ഛൻ പവിത്രൻ കാണിച്ചക്കാരനാണ്. കാശുള്ളവൻ്റെ മുന്നിൽ മാത്രം കുനിയുന്ന നട്ടെല്ലാണ് അദ്ദേഹത്തിൻ്റെതെന്ന് പാച്ചൻ അറിയാമായിരുന്നു. അച്ഛനെന്നെ ഒരു വലിയ നിലയിലുള്ള ആൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന ആഗ്രഹം, അവൾ പതർച്ചയോടെ പറഞ്ഞു. ചിന്നുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പാച്ചൻ ആ തീരുമാനമെടുത്തത്. ഒരു 2 കൊല്ലം ഗൾഫിൽ പോയിട്ട് വായട്ടാ. അപ്പോൾ അച്ഛന് എതിർക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം നാടും മണ്ണും ഓട്ടോയും വിട്ട് പോകാൻ പാച്ചന് പ്രയാസമായിരുന്നു. എങ്കിലും അവൾക്ക് വേണ്ടി അവൻ ആ വിമാനം കയറാൻ ഒരുങ്ങി. യാത്ര തിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കാത്തിരിക്കും, ഏട്ടൻ താലിയുമായിട്ട് തിരിച്ചു വരുന്നതുവരെ. മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന ചൂടിലും പാച്ചൻ ജോലി ചെയ്തത് നാട്ടിലെ കുളിരുള്ള ഓർമ്മകൾ വെച്ചാണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിന്നുവിൻ്റെ ഫോൺ കോളുകൾ കുറഞ്ഞു വന്നു. അയൽപ്പക്കത്തെ വീട്ടിലെ ഫോണിലൂടെ അവൾ സംസാരിക്കുമ്പോൾ പണ്ടത്തെ ആ ആവേശമില്ല. എന്തോ ഒരു ഭയവും അകൽച്ചയും അവളിൽ നിഴലിക്കുന്നുണ്ടെന്ന് പാച്ചന് തോന്നി തുടങ്ങി. ഒരു ദിവസം കൂട്ടുകാരൻ സുഗുവിൻ്റെ വിറയ്ക്കുന്ന ശബ്ദം ഫോണിലൂടെ കേട്ടു. പാച്ച, നീ ഉടനെ നാട്ടിലേക്ക് തിരിക്കണം. ഇവിടെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിന്നുവിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ. പവിത്ര മെമ്പർ മകളെ ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചിരിക്കുകയാണ്. വിമാനം കൊച്ചിയിലിറങ്ങുമ്പോൾ പാച്ചൻ്റെ ഉള്ളിൽ കടലിലെ തിരമാലകളേക്കാൾ വലിയ ഇരമ്പലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന തുച്ഛമായ സമ്പാദ്യമെല്ലാം വിമാന ടിക്കറ്റിനും മറ്റുമായി തീർന്നു. ടാക്സി പിടിച്ച് നാട്ടിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. കവലയിലെ തൻ്റെ പഴയ ഓട്ടോറിക്ഷ തുരുമ്പെടുത്ത് ഒരാലിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അത് തൻ്റെ ജീവിതം പോലെ തോന്നി അവന്. രാത്രിയുടെ മറവിൽ പാച്ചൻ ചിന്നുവിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി. ജനലഴിക്കിടയിലൂടെ അവൾ അവനെ കണ്ടു. പക്ഷേ പഴയ ആവേശത്തിന് പകരം അവളുടെ കണ്ണുകളിൽ മരണഭയമായിരുന്നു. ഏട്ടാ, എന്തിനാ വന്നത്? അച്ഛനറിഞ്ഞാൽ നിങ്ങളെ കൊല്ലും. പുള്ളിക്കിത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. എന്നെ ഓർത്ത് ഏട്ടൻ തിരിച്ചു പോവോ? നമുക്കെല്ലാം മറക്കാം, അവൾ വിറയലോടെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പാച്ചനെ തേടി പവിത്ര മെമ്പറുടെ ആളുകളെത്തി. കവലയിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അയാൾ പാച്ചനെ അപമാനിച്ചു. ഒരു ഗതിയും പരഗതിയില്ലാത്ത ഓട്ടോക്കാരനെ എൻ്റെ മോളെ കൊടുക്കുമെന്ന് കരുതിയോടാ. പാച്ചൻ നിശബ്ദനായി. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ തകർന്നു പോയൊരു പ്രണേതാവിൻ്റെ കനലുണ്ടായിരുന്നു. ചിന്നുവിന് അച്ഛൻ നൽകിയ മറുപടി ഇതായിരുന്നു: നീ ആ പാച്ചൻ്റെ കൂടെ ഇറങ്ങിപ്പോയാ ഈ ഉമ്മറപ്പടിയിൽ എൻ്റെ ശവം വീഴും. അച്ഛൻ്റെ ആ വാശിക്ക് മുന്നിൽ അവൾ തളർന്നുപോയി. മരിക്കാനോ ജീവിച്ചിരിക്കാനോ വയ്യാത്ത അവസ്ഥ. തൻ്റെ പ്രണയത്തിനു വേണ്ടി പോരാടണോ അതോ തൻ്റെ അച്ഛൻ്റെ ജീവനും കുടുംബവും തകരാതിരിക്കാൻ പിന്മാറണോ എന്ന ചിന്തയിലായി. പോരാത്തതിന് അവൾ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ അവളുടെ കണ്ണ് മഞ്ഞളിച്ചിരുന്നു. കല്യാണത്തിന് 2 ദിവസം മാത്രം ബാക്കി. പാച്ചൻ തൻ്റെ പഴയ ഓട്ടോറിക്ഷ കഴുകി വൃത്തിയാക്കി. കവലയിലുള്ളവർ കരുതിയത് അവൻ ഓട്ടം തുടങ്ങുകയാണെന്നാണ്. എന്നാൽ പാച്ചൻ ഉറപ്പിച്ചിരുന്നു, തൻ്റെ പ്രാണനെ തനിച്ചാക്കി ഒളിച്ചോടാൻ താനില്ല. അവസാനമായി ഒരിക്കൽ കൂടി അവളെ കാണാൻ അവൻ തീരുമാനിച്ചു. പാച്ചൻ പ്രതീക്ഷയോടെ ചിന്നുവിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഭാഗത്തു നിന്നുണ്ടായ തണുപ്പൻ പ്രതികരണം അവനെ തളർത്തിക്കഴിഞ്ഞു. പഴയതുപോലെ സ്നേഹത്തോടെ നോക്കുന്നതിന് പകരം അവളുടെ കണ്ണുകളിൽ അവജ്ഞയായിരുന്നു. നീ എന്തിനാ ഇപ്പോഴും എൻ്റെ പിറകെ വരുന്നത്? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് എന്താ പാച്ചാ? എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പൊയ്ക്കൂടെ? നാശം, അവൾ പരുഷമായി പറഞ്ഞപ്പോൾ പാച്ചന് വിശ്വസിക്കാനാവാതെ തറങ്ങി നിന്നുപോയി. തൻ്റെ ചിന്നു മാറിപ്പോയിരിക്കുന്നു. അവൻ്റെ ഉള്ളിലെ സങ്കടം ഉമിത്തി പോലെ ഉരുകാൻ തുടങ്ങി. കല്യാണമുറപ്പിച്ച നഗരത്തിലെ ബിസിനസ്സുകാരൻ സമ്മാനിച്ച സ്വർണ്ണമാലയും വില കൂടിയ ഫോണും ചിന്നുവിനെ മാറ്റിമറിച്ചിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ഒരു ജീവിതത്തേക്കാൾ സൗകര്യങ്ങളുള്ള ഒരു ജീവിതമാണ് നല്ലതെന്ന് അച്ഛൻ്റെ ഉപദേശവും അവളെ മാറ്റി ചിന്തിപ്പിച്ചു. ഒരു ഓട്ടോക്കാരൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വയ്യ.
എന്നവൾ കൂട്ടുകാരിയോട് പറയുന്നത് പാച്ചൻ അവിചാരിതമായി കേൾക്കാനിടയായി. ചിന്നു തന്നെ ഒഴിവാക്കുന്നുവെന്ന് നാട്ടിൽ പാട്ടായതോടെ കവലയിലുള്ളവർ പാച്ചനെ പരിഹസിക്കാൻ തുടങ്ങി. ഗൾഫിൽ പോയി മണൽ വാരിക്കൊണ്ട് വന്നവന് ആര് പെണ്ണു കൊടുക്കാനാ? പണമുണ്ടാക്കാൻ പറ്റാത്തവനെ പെണ്ണുങ്ങൾ കൈവിടും പാച്ച. എന്നിങ്ങനെയുള്ള കുറേ കളിയാക്കലുകൾ അവനെ നോവിച്ചു. പക്ഷേ പാച്ചൻ ആരോടൊന്നും പറഞ്ഞില്ല. അവൻ തൻ്റെ പഴയ ഓട്ടോറിക്ഷയിൽ തനിച്ചിരുന്ന് ആ പഴയ ഓർമ്മകളെക്കുറിച്ചോർത്ത് നീറിപ്പുകഞ്ഞു. ഇനി ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പാച്ചൻ ചിന്നുവിനെ കാണാൻ ചെന്നു. അവൾ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയായിരുന്നു. ആ, നീ വന്നോ? പഴയതൊക്കെ ഒരു തമാശയായി കരുതിയാൽ മതി. ഇനി ഏട്ടാന്നുള്ള വിളിയില്ല. പകരം എല്ലാവരും വിളിക്കും പോലെ പാച്ചൻ, അത് മതി. അവളുടെ ആ വാക്കുകൾ പാച്ചൻ്റെ നെഞ്ചിൽ ആണിയടിച്ച് കയറ്റുന്നത് പോലെയായിരുന്നു. അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ച് നടന്നുപോയി. ചിന്നുവിൻ്റെ വെറുപ്പ് പാച്ചനെ ഒരു പുതിയ മനുഷ്യനാക്കി. കരയാനോ ബഹളം വയ്ക്കാനോ അവൻ നിന്നില്ല. തൻ്റെ ഓട്ടോറിക്ഷയുടെ കണ്ണാടിയിൽ തൂക്കിയിരുന്ന അവളുടെ ചിത്രം അവൻ സാവധാനം എടുത്തു മാറ്റി. പ്രണയത്തേക്കാൾ വലിയൊരു ചതി വേറെ ഒന്നിനുമില്ല എന്ന് അവൻ കരുതി. അവൾ നൽകിയ ആ വലിയ മുറിവ് അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന അവഗണനയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പാച്ചൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്യമില്ലാതെ ഏതോ ദൂരത്തേക്ക് യാത്രയായി. ഇന്ന് ചിന്നുവിൻ്റെ കല്യാണമാണ്. വലിയൊരു ആഘോഷമായിരുന്നു. പണക്കൊഴുപ്പിൽ കവല ഒന്നാകെ തിളങ്ങി. പട്ടണത്തിലെ ബിസിനസ്സുകാരൻ ദേവാനന്ദിൻ്റെ മകൻ പ്രകാശായിരുന്നു വരൻ. ചിന്നുവിൻ്റെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു നിൽക്കുന്നത് പാച്ചൻ ദൂരെ നിന്ന് കണ്ടു. അവളുടെ കഴുത്തിലെ വർണ്ണമേറിയ സ്വർണ്ണമാലകൾ അവളുടെ പഴയ പ്രേമത്തെ മറച്ചു കളഞ്ഞുവെന്ന് അവന് തോന്നി. ആ രാത്രി പാച്ചൻ തൻ്റെ പഴയ ഓട്ടോറിക്ഷയിൽ കുറേ നേരം തനിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രകാശിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അയാൾ ഒരു മദ്യപാനിയും പണത്തിന് ആർത്തിയുള്ളവനുമായിരുന്നു. ചിന്നുവിനെ അയാൾ ഒരു കളിക്കോപ്പായി മാത്രം കണ്ടു. എടുക്കടി പണം. നിന്റെ തന്ത തന്നത് നിനക്കല്ല, എനിക്കാ. നിന്റെ അച്ഛൻ്റെ പണവും പ്രതാപവും എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യം ബിസിനസ്സിൽ ഇറക്കാനുള്ള പണമാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നെ തല്ലല്ലേ, അയ്യോ, ആരെങ്കിലും വന്നെന്നെ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അടുത്ത അടിയിൽ അവളുടെ ബോധം മറഞ്ഞിരുന്നു. ചിന്നുവിൻ്റെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുകയായിരുന്നു. നാട്ടുകാരുടെ പരിഹാസങ്ങൾക്കിടയിലും പാച്ചൻ വീണ്ടും ഓട്ടോ ഓട്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ ഓട്ടോയിൽ കയറിയത് മീനാക്ഷി എന്നൊരു പെൺകുട്ടിയായിരുന്നു. അവൾ പാച്ചനെ കുറേ നാളായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മൗനവും വേദനയും അവൾക്ക് മനസ്സിലായി. പാച്ചേട്ടാ, പഴയതൊക്കെ മറന്നേക്ക്. എനിക്ക് എല്ലാം അറിയാം. ഈ പാവപ്പെട്ടവളും ഇവിടെ ഉള്ളതാ. ചേട്ടന് ആ ചിന്നു ഒട്ടും ചേരത്തില്ല. ഇങ്ങനെ വിഷമിക്കാതെ. ചേട്ടന് മുമ്പിൽ ഇനിയും ജീവിതം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്, മറക്കണ്ട എന്നവൾ പറഞ്ഞപ്പോൾ പാച്ചൻ അത്ഭുതത്തോടെ അവളെ നോക്കി. മീനാക്ഷി പാച്ചനോട് അടുക്കാൻ തുടങ്ങി. അവൾ അവന് ഭക്ഷണം കൊടുത്തു. അവൻ്റെ ഓട്ടോ വൃത്തിയാക്കാൻ സഹായിച്ചു. എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പാച്ചേട്ടാ. ചിന്നുവിനെ പോലെ ഞാൻ നിങ്ങളെ തനിച്ചാക്കി പോകില്ല എന്നവൾ തുറന്നു പറഞ്ഞപ്പോൾ പാച്ചൻ്റെ തകർന്ന ഹൃദയത്തിൽ പുതിയൊരു പ്രത്യാശ വിരിഞ്ഞു. തന്നെ തേടി വന്നവൾ അവനെ കൈവിടില്ലെന്ന് അവന് പൂർണ്ണ ബോധ്യമായി. അവൾക്ക് വേണ്ടി ജീവിക്കാൻ അവൻ തീരുമാനിച്ചു. ചിന്നുവിൻ്റെ ജീവിതം നരകതുല്യമായി മാറി. പ്രകാശൻ അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം വിൽക്കുകയും ചെയ്തു. ഒരു ദിവസം അവൾ പാച്ചൻ്റെ ഓട്ടോറിക്ഷ കവലയിലൂടെ കടന്നു പോകുന്നത് കണ്ടു. മീനാക്ഷി പാച്ചൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. പക്ഷേ എല്ലാം വൈകി പോയിരുന്നു. പ്രകാശൻ്റെ വീട്ടിൽ ചിന്നു ഒരു വേലക്കാരിയെ പോലെയായി. മദ്യപിച്ചു വന്ന് അയാൾ അവളെ ഉപദ്രവിക്കുന്നത് പതിവായി. അച്ഛൻ പവിത്ര മെമ്പർ ഇതറിഞ്ഞെങ്കിലും തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് കരുതി മകളോട് എല്ലാം സഹിച്ച് അവിടെ നിൽക്കാൻ നിർബന്ധിച്ചു. പണമുള്ളവൻ്റെ വീട്ടിൽ ചെന്നാൽ ഇതൊക്കെ പതിവാ. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. നീ അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്ന അച്ഛൻ്റെ വാക്ക് കേട്ടപ്പോൾ താൻ ആർക്ക് വേണ്ടിയാണോ പാച്ചനെ ഉപേക്ഷിച്ചത് ആ അച്ഛൻ പോലും തന്നെ കൈവിട്ടത് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം മഴ നനഞ്ഞൊട്ടി ടൗണിലെ ആശുപത്രി ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു ചിന്നു. കയ്യിൽ കുറച്ച് മരുന്നുകൾ മാത്രം. അപ്പോഴാണ് പാച്ചൻ്റെ ഓട്ടോ അവിടെ വന്ന് നിന്നത്. മുന്നിൽ മീനാക്ഷിയുണ്ട്. പാച്ചൻ്റെ മുഖത്തെ ആ പ്രസന്നത കണ്ടപ്പോൾ ചിന്നുവിന് താൻ തകർത്ത് കളഞ്ഞ ആ പഴയ പ്രണയത്തിൻ്റെ ആഴം മനസ്സിലായി. അവൾ മുഖം താഴ്ത്തി വേഗത്തിൽ നടന്നു നീങ്ങി. പക്ഷേ പാച്ചൻ അവളെ കണ്ടിരുന്നു. ആ കണ്ണുകളിൽ പഴയ സ്നേഹത്തിന് പകരം വെറും സഹതാപം മാത്രമായിരുന്നു. പ്രകാശൻ ബിസിനസ്സിൽ വലിയ തട്ടിപ്പ് നടത്തി പോലീസിൻ്റെ പിടിയിലായി. വീടും സ്വത്തുമെല്ലാം ജപ്തി ഭീഷണിയിലായി. ഈ വാർത്ത കേട്ട പാച്ചൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പക്ഷേ മീനാക്ഷി അവൻ്റെ കൈ ചേർത്ത് പിടിച്ചു. പഴയ വഴികളിലേക്ക് ഇനി നോക്കരുത് പാച്ചേട്ടാ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. അവളുടെ ആ വാക്കുകൾ അവന് കരുത്ത് നൽകി.
പണ്ട് തന്നെ അപമാനിച്ച പവിത്ര മെമ്പറുടെ തലയിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ താഴ്ന്നു പോയിരുന്നു. പാച്ചനെ കാണുമ്പോൾ അയാളുടെ കണ്ണുകൾ അറിയാതെ നിറയുന്നുണ്ടായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. പച്ചാളം കവലയിലെ ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് പാച്ചൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം നടന്നു. വലിയ ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും അവിടെ സ്നേഹമുണ്ടായിരുന്നു. അതേസമയം ആർക്കും വേണ്ടാതെ സ്വന്തം വീട്ടിലെ ഒരു ഇരുട്ടുമുറിയിൽ ചിന്നു തൻ്റെ വിധിയെ ഓർത്ത് കരയുകയായിരുന്നു. പാച്ചൻ്റെ ഓട്ടോ ദൂരെ നിന്ന് ഹോണടിച്ച് കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൾ ജനലിലൂടെ നോക്കി. തൻ്റെ പ്രാണനായവൻ അവൻ്റെ പുതിയ പെണ്ണുമായി സന്തോഷത്തോടെ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അവൾ കരയാൻ പോലും മറന്നുപോയിരുന്നു. ആ പഴയ പാച്ചൻ മരിച്ചിരിക്കുന്നു. പകരം മീനാക്ഷിയുടെ പ്രിയപ്പെട്ട പാച്ചനായി അവൻ പുതിയൊരു ജീവിതം തുടങ്ങി. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.